അപ്പോൾ ഗൈസ് ഒടുവിൽ നമ്മൾ ആ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മളിവിടെയാണ് കാസ്റ്റിങ്ങിന് പോകുന്നത്. മീനടിക്കാത്ത വിഷമത്തിൽ ഒരു തവളയിലൊരു തവള അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു കാസ്റ്റിംഗ് കാച്ച്. അപ്പോൾ നമ്മളൊന്ന് കാസ്റ്റിങ്ങിനായിട്ട് ഇറങ്ങിയേക്കാണ്. നല്ല ഈവനിങ് ടൈം, നല്ല വെയിലൊക്കെ ഉള്ള ടൈമാണ്. മഴയൊക്കെ നിന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പിന്നെയും കാസ്റ്റിങ്ങിനായിട്ട് ഇറങ്ങിയേക്കാണ്. നമ്മൾ ഉപയോഗിക്കുന്ന റോഡെന്ന് പറഞ്ഞാൽ ഫോസിലിൻ്റെ അൾട്ടിമയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന റീലെന്ന് പറഞ്ഞാൽ നമ്മുടെ സീസറിൻ്റെ കാസ്റ്റക്സ് എന്ന് പറഞ്ഞ റീലാണ്. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതാണ്, നമ്മുടെ എല്ലാ വീഡിയോസിലും കാണാം. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി. നമ്മൾ ഈ ഫ്രോഗിൻ്റെ പേരത് മാറ്റി പറഞ്ഞു. കറക്റ്റ് ഈ ഫ്രോഗിൻ്റെ പേരെന്ന് പറഞ്ഞാൽ റിയൽ വാരിയറിൻ്റെ ജെമ്മെന്നാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞത് ബ്രാവോഡ ജെമ്മെന്നാണ്. നമുക്കതൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പോൾ കറക്റ്റ് ഇതിൻ്റെ പേര് റിയൽ വാരിയർ ജെം. നല്ല അടിപൊളി ഫ്രോഗാണ്. നല്ല അത്യാവശ്യം ഹുക്കപ്പ് റേഷ്യയും എല്ലാം പക്കാണ്. അടിപൊളി ഫ്രോഗാണ്. എല്ലാവരും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നൊരു ഫ്രോഗാണ്. നമ്മളെന്ന് ടാർഗറ്റ് ചെയ്യുന്ന സ്നേക്ക് ഹെഡാണ്. നമ്മളൊരു പാടത്താണ് കാസ്റ്റിങ്ങിനായിട്ട് വന്നേക്കുന്നത്. നമുക്ക് എന്ത് കിട്ടുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമ്മൾ കുറച്ച് അഡ്വഞ്ചറായിട്ടുള്ള സ്പോട്ടിലൂടെയാണ് ഫിഷിങ്ങിനായിട്ട് പോകുന്നത്. നമ്മളിതേ പോകുന്ന സ്പോട്ടാണ് ഈ കാണുന്നത്. കുറച്ച് ഉള്ളിലാണ്. നമ്മുടെ ഫസ്റ്റ് കാസ്റ്റിംഗ് ആണത്. വിയറ്റ്നാം വരാലി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്കിപ്പോൾ ഒരു വിയറ്റ്നാം വരാൽ അടിച്ച് കയറിയിട്ടുണ്ട്. ഒരു ചെറിയ സൈസാണ്, എന്നാലും കുഴപ്പമില്ലാത്തൊരു സൈസാണ്. നമ്മളതിനെ എടുത്തിട്ടുണ്ട്. ബാക്കിയൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മളതിനെ റിലീസ് ചെയ്തേക്കും. എടാ വിനോൻ അപ്പോൾ ഗൈസ്, നമ്മളോട് പലരും ചോദിക്കുന്ന ചോദ്യമാണ് സ്പോട്ട് എവിടെയാണ്. സത്യം പറഞ്ഞാൽ സ്പോട്ടിൻ്റെയും ആവശ്യമില്ല. ഇതുപോലെ ഒരു പാടത്തിൻ്റെ സൈഡിലുള്ള ഈ ചാലില്ലേ, ഈ ചാലിൽ വന്ന് മീൻ അടിച്ചാൽ മതി. എല്ലാം ഈ ചാലിലെല്ലാം ഇപ്പോൾ ഈ പാടത്തെ വെള്ളം ഇറക്കി കഴിഞ്ഞുകൊണ്ട് ഈ ചാലിലെല്ലാം വരാലും ചെറുമീനും എല്ലാം വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് സ്പോട്ടെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഫിഷ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അവിടെ ഉറപ്പായിട്ട് മീൻ കാണും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കാസ്റ്റ് ചെയ്ത് ഉറപ്പായിട്ടും 100% മീൻ അടിക്കും. നമ്മളടുത്ത് അഡ്വഞ്ചറായിട്ടുള്ള ഒരു റിസ്ക് ആയിട്ടുള്ളൊരു സ്പോട്ടിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ നടുക്കായിട്ട് ചെറിയ ഇങ്ങനെ ഒരു ചതുപ്പ് പോലുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഫിഷിങ്ങിനായിട്ട് പോകുന്നത്. കുറച്ച് റിസ്ക്കാണ് ഇതിനകത്ത്, പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ബാ ചാടിക്കോട്ട് പേടി. ഇങ്ങോട്ട് പോകണം, അവിടെ ആഴമൊന്നുമില്ല. പക്ഷേ ഈ പോകുന്ന വഴി കുറച്ച് റിസ്ക്കാണ്. വരുമോ? അത് ഈ സൗണ്ട് ഉണ്ടാക്കാം.
അപ്പോൾ ഗൈസ് ഒടുവിൽ നമ്മൾ ആ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെയാണ് കാസ്റ്റിങ്ങിന് പോകുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടുന്ന് കാര്യമായിട്ട് റിസൾട്ട് ഒന്നും കിട്ടിയില്ല. പക്ഷേ ഇവിടുന്ന് അടിച്ചിട്ടുള്ള ഹെവി സാധനമാണ്, ഹെവി ചെയർമീനൊക്കെ ഇന്നത്തെ കിടക്കുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരുപാട് അടി സ്ട്രൈക്കും കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടാറില്ല. അത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതെ, അപ്പോൾ ഇവന്മാർക്ക് മീൻ അടിക്കാത്ത വിഷമത്തിൽ ഒരു തവളയിലൊരു തവള അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഇന്ന് മീനൊന്നും അടിച്ചില്ല, അതിൻ്റെ വിഷമത്തിൽ ഒരു തവള അടിച്ച് കയറ്റിയിട്ടുണ്ട്. എടാ അതിനെ ഊരി വിടറ ഒന്ന്. നമ്മൾ ഇത്രയേറെ കാസ്റ്റ് ഇട്ട് കാര്യമായിട്ടുള്ള റിസൾട്ടൊന്നും കിട്ടിയില്ല. അതുപോലെ ഇരുട്ടായി വരികയാണ്. ഇരുട്ടായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഡേഞ്ചറാണ്. കാരണം പാമ്പ് കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ കാസ്റ്റിംഗ് നിർത്തുകയാണ്. നമ്മളായാലും ഇതിൽ നല്ല വീഡിയോസായിട്ട് ഇനിയും വരും. അപ്പോൾ ശരി, കാണാം.